ഹായ് ഹലോ ഗൈസ് എസ് ഗെയിമിൻ്റെ പുതിയൊരു അല്ല ന്യൂബ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് GTA San Andreas ആണ്. കുറേ കാലമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ലാസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ടത് നമ്മൾ ടാക്സി ഡ്രൈവറായിട്ട് കളിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്കറാണ്. നമുക്കൊരു ജോലി വന്നിട്ടുണ്ട്. ഒരു പുള്ളി നമ്മൾ ബീച്ചിൻ്റെ അടുത്തായിട്ട് നമ്മളൊരു ഷെൽട്ടർ പണിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു റോഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളാണ് അതിൻ്റെ ലീഡർ. നമുക്കത് സെറ്റ് ചെയ്യണം. അവർക്ക് ആർമീസിന് എന്തോ ഇതിന് പോകുമ്പോൾ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ഷെൽട്ടർ ബീച്ചിൻ്റെ ഏകദേശം ഒരു നടുക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് അവിടെ ആശാൻ പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് ആ കാറും എടുത്തുകൊണ്ട് പോകാം ഗൈസ്. ബൈക്ക് വേണ്ട, നമുക്ക് ഈ കാറെടുത്ത് നേരെ പോവാം ഗൈസ്. നമ്മൾ പിന്നെ പുതിയ മോഡ് കയറ്റി ഗൈസ്. നമ്മൾ കാറിൻ്റെ മോഡ് കയറ്റി. ഇതിപ്പോൾ ടൊയോട്ടയുടെ ഗ്ലാൻസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. നല്ല വണ്ടി. ഓ ഭാഗ്യം ബൈക്കിൽ ഇടിച്ചില്ല. ഇടിച്ച്. അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് കിടക്കണമെങ്കിൽ നമ്മൾ ആ പാലം പണിയണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കുക. നമുക്ക് നേരെ കത്തിച്ച് വിടാം. നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് ലൊക്കേഷൻ മാർക്കിട്ടത് ഗൈസ്. നമുക്ക് ഈ ബീച്ചിലോട്ടാണ് ഗൈസ് പോകേണ്ടത്. നമ്മൾ അടുത്ത് തന്നെയാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് പോകണം. വീടിൻ്റെ ജനലൊക്കെ അടിച്ച് വലിച്ചിട്ടാ. വണ്ടി കയറിയ കൺട്രോൾ കുറവൊക്കെ ഉണ്ട്, ഒക്കെ ക്ഷമിക്കുക. ഇപ്പോൾ നിങ്ങൾ ഹൊറർ ഗെയിംസ് ഒക്കെ കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ സ്ലെൻഡ്രീനയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും അങ്ങനെ റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. ഷോട്ടിനൊന്നും. വീഡിയോയ്ക്ക് അത്യാവശ്യം റെസ്പോൺസ് കിട്ടി, എന്നാലും വീഡിയോയ്ക്ക് അത്ര അങ്ങ് കിട്ടണില്ല. നമ്മുടെ ഈ GTA San Andreasൻ്റെ അത്ര ഒന്നും കിട്ടണില്ല. നിങ്ങൾക്ക് ഹൊറർ ഗെയിംസ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ഏതാ GTA San Andreas ആണോ അതോ വേറെ ഗെയിംസാണോ ഇഷ്ടമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ പറയണ ഗെയിംസ് നമ്മൾ കളിക്കുന്നതായിരിക്കും. ബീച്ചിലെത്തി. നമുക്ക് ഇവിടെ വണ്ടി അല്ലെങ്കിൽ വേണ്ട ഗൈസ്, മണലിലോട്ട് ഇറക്കി നിർത്തിയേക്കാം. നമ്മുടെ വണ്ടി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബിഗ് സ്മോക്ക് വന്ന് എടുത്തോണ്ട് പോകുന്നാണ് പറഞ്ഞത്. അവരുടെ വണ്ടിയാണ് നമ്മൾ എടുത്തോണ്ട് വന്നത്. ഇവിടെ അങ്ങ് പാർക്ക് ചെയ്യാൻ ഗൈസ്. നമുക്ക് ഇവിടെ ആയിട്ടാണ് പാലം പണിയേണ്ടത്. പാലം അല്ലെങ്കിൽ റോഡ് ഗൈസ്. ഇത്രയും പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയും പണി ഇവിടെ ആൾക്കാർ നേരത്തെ ചെയ്തതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ വെച്ച് പോകണമെന്നാണ് ഗൈസ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെച്ച് പോകണം. അപ്പോൾ ഇത് വെക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ വെച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തിന് ശേഷം നമ്മുടെ റോഡ് പണിയൊക്കെ സെറ്റാക്കി. അവർ പിന്നെ പറഞ്ഞത് റോഡിൻ്റെ നടുക്ക് വരെ അങ്ങ് വേണ്ട, നമ്മൾ ആർമി വേറെ സ്ഥലത്താണ് നിൽക്കണേ. നമുക്കിപ്പോൾ ആൾക്കാർക്കൊന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ നിന്ന് വെച്ചാൽ മതി. ഇതാകുമ്പോൾ ഈ റോട്ടിൽ വെള്ളവും കയറിക്കോളും. ഇങ്ങനെ വേവ്സ് അടിക്കുമ്പോൾ സെറ്റ് ആയിക്കോളും. നമുക്ക് കാർ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ കാറ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ആൾക്കാരെ ഹോണടി മാറ ഗൈസ്. ഞാൻ വെച്ച് വെടി വെച്ചായിരിക്കും. നമുക്ക് പോകണം. കണ്ടോ ഗൈസ്, ഇവിടെ വേവ്സ് അടിക്കുമ്പോൾ ആൾക്കാർക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണത്. നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു വർക്ക് വന്നിട്ടുണ്ട് വേറെ സ്ഥലത്ത്. നമ്മുടെ മെയിൻ ഹൈവേ ഇല്ലേ ഗൈസ്, അവിടെ നിന്ന് നമ്മുടെ ഗ്രോവ് സ്ട്രീറ്റിലെ അങ്ങോട്ടേക്കൊരു വഴി വെട്ടിത്തെളിക്കണം എന്നാണ് അവർ പറഞ്ഞേക്കണത്. അവർക്ക് എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നണം. ആയിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ വർക്കും കൂടെ ഞാൻ എടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഓരോന്ന് കമൻറ്റ് ചെയ്യുക. അയ്യോ ഇരിക്കില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മുടെ സബ്സ്ക്രൈബ് എന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതോ വീഡിയോയിൽ ടാക്സി ഡ്രൈവറായിട്ട് കളിച്ച ആ വീഡിയോയിലാണെന്ന് തോന്നുന്നു. ഗെയിം ദ ഫോറസ്റ്റ്, അതെനിക്ക് തോന്നുന്നു സ്ലെൻഡ്രീന ദ ഫോറസ്റ്റ് ആണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അതാണെങ്കിൽ ആ ബ്രോ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ ദ ഫോറസ്റ്റ് ഒന്ന് +2 അടിച്ചു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണോ ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണോ അല്ലയോ എന്ന് ബ്രോ ഒന്ന് കമൻറ്റ് ചെയ്യുക ബ്രോ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഒന്ന് മാർക്ക് ചെയ്യാം ഗൈസ്. നമ്മുടെ ഹൈവേ
നമ്മുടെ ഗ്രോവ് സ്ട്രീറ്റിലേക്കുള്ള ഹൈവേ ഇതല്ലേ ഗൈസ്? അല്ല, ഹൈവേ അല്ല, പാലത്തിൽ നിന്ന് എന്തോ തെളിക്കണമെന്നാണ് പറഞ്ഞത്. പാലത്തിൽ നിന്ന് നമ്മുടെ ഗ്രോവ് സ്ട്രീറ്റിലേക്ക് തന്നെ പോവാം ഗൈസ്. ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാം. നമ്മുടെ പാലവും ഹൈവേ എവിടെയാണെന്ന് നോക്കാം. പാലത്തിലാണോ അതോ ഹൈവേയിലാണോ എന്ന് നമുക്ക് ആദ്യം ചോദിച്ചു നോക്കാം. ഇവിടുന്ന് പോകണം ഗൈസ്. അപ്പോൾ അവിടെ എത്രയെക്കാട്ടും മുമ്പ് നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ബട്ടൺ അങ്ങ് അടിച്ചു കൊടുത്തേക്കുക. നമ്മളവിടെ എത്തണമെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചാലാണ് നമ്മളവിടെ എത്തത്തുള്ളൂ. നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടൊയോട്ടയുടെ ഒരു വണ്ടിയാണ്. നിങ്ങൾ വേറെ വണ്ടികളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, വന്ന വഴിക്ക് നമ്മുടെ ബിഗ് സ്മോക്ക് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞു. ഇത് പുള്ളി വന്നൊരു സൈക്കിൾ വന്നിട്ട് പോയി ഗൈസ്, ദുഷ്ടൻ. അവൻ്റെ അടുത്ത് വണ്ടി ഒന്നും ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞ. എന്നിട്ട് അവനിപ്പോൾ പറഞ്ഞേക്കും എനിക്ക് വണ്ടി ആവശ്യമുണ്ട്, നീ വേണമെങ്കിൽ സൈക്കിൾ ഓടിച്ച് പോയാൽ മതിയെന്ന്. നമ്മളാരായി ഗൈസ്? ഇനി സൈക്കിൾ ഓടിച്ച് കഷ്ടപ്പെട്ട് പോകണം ഗൈസ്. അടുത്താണ് കാര്യം, എന്നാലും അടുത്തെത്തിയപ്പോഴാണ് അവൻ വന്നത്. പിന്നെ അവനങ്ങ് കൊണ്ടേ വിട്ടുകൂടെ. ഗൈസ്, ഇതാ വണ്ടി. ഗൈസ്, ഫെറാറി ഒന്നാണ്, സ്പീഡിലും വണ്ടി. ഈ വണ്ടി നമുക്ക് ഒരു പ്രാവശ്യം മേടിക്കണം. നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഇല്ല ഗൈസ്, നമുക്ക് മേടിക്കും നമ്മൾ. ഗൈസ്, ഈ പാലത്തിൽ നിന്നാണ് ഗൈസ് പറഞ്ഞത്. ഗൈസ്, ഈ സ്റ്റണ്ട് മാസ്റ്റർ. നമുക്ക് ഈ പാലം സ്ട്രീറ്റ് ഇപ്പുറത്തല്ലേ, ഈ പാലത്തിൽ നിന്ന് നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഒതുക്കട്ടെ. ഗൈസ്, പോയി ഗൈസ്. നമ്മൾ കാണിക്കാൻ വേണ്ടി ചാടിയതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഗ്രോവ് സ്ട്രീറ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കൊരു ഇത് വിടണം. അല്ല, ഇതല്ലേ ഗ്രോവ് സ്ട്രീറ്റ്? ഇതല്ലേ, ഇങ്ങോട്ട് പോടാ. ഇതാണ് നമ്മുടെ ഗ്രോവ് സ്ട്രീറ്റ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കാണിച്ചു തരാം ഗൈസ്. സൈക്കിളിൽ നിന്ന് ഇറങ്ങാം. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്കൊരു പാലം വെക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഇവിടെ നിന്ന് നമുക്കൊരു സ്റ്റെപ്പ് വയ്ക്കാം. ആദ്യം സൈഡിൽ നിന്ന് നമുക്കൊരു സ്റ്റെപ്പ് വെച്ച് പണിത് സെറ്റാക്കാം ഗൈസ്. റൈഡറിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, ഇത് എടുത്താൽ മതിയായിരുന്നു. അവനിപ്പോഴും ഇവിടെ തന്നെ നടക്കുക ഗൈസ്. നമുക്ക് നേരെ സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ മുകളിലോട്ടുള്ള റോഡ് പണിതില്ല, സ്റ്റെപ്പ് പണിതിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ. റൈഡർ എണ്ണം പറഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ ഇതും ചെയ്തത്. റൈഡർ എണ്ണനെ പെട്ടെന്ന് കയറി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നടന്നു പോകണ കാരണം നമ്മൾ അധികം ഇതാക്കിയില്ല ഗൈസ്. നമ്മൾ പെട്ടെന്ന് സ്റ്റെപ്സൊക്കെ സെറ്റ് ചെയ്തു. ഈ സ്റ്റെപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ പോയി ഗൈസ്. റൈഡർ എണ്ണന് കുഴപ്പമില്ല, റോഡൊക്കെ റൈഡർ എണ്ണൻ്റെ റൈഡർ എണ്ണന് കുഴപ്പമില്ല. തടസ്സവും വന്നിട്ടില്ല ഗൈസ്. നമുക്കിവിടെ നിന്ന് എടുത്ത് ചാടിയാൽ മതി ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മൾ കറക്റ്റ് വന്നേക്കണത്. ഇത്രയും താഴ്ത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി. കുറച്ച് അലമ്പാണ്, എന്നാലും റൈഡർ അണ്ണൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. റോഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഗൈസ്. നമുക്ക് ഈ പ്രാവശ്യത്തെ എല്ലാവർക്കും പൊട്ടിപ്പോണം ഗൈസ്. നമ്മൾ ചെയ്യണ വർക്കുകളൊക്കെ ഇതായി പോവും, മോശമായി പോവുക. ഗൈസ്, നിലത്ത് വേണം, ചത്തില്ല, ഭാഗ്യം. ജസ്റ്റ് നമ്മൾ ഈ പ്രാവശ്യം ഞാൻ എല്ലാ വർക്കും ഇതായി പോകണം ഗൈസ്. നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകണം. ഇപ്രാവശ്യം നമ്മളെന്തോ ചെയ്തപ്പോൾ എന്തോ പിഴവ് പറ്റി ഗൈസ്. നമ്മൾ ആ ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഇന്നലെ ആയിരുന്നു ഗൈസ് ആ ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. നമ്മളെന്തോ ചെയ്തപ്പോൾ നമ്മുടെ വർക്കേഴ്സ് എന്തോ ചെയ്തപ്പോൾ ഇതായിപ്പോയി. അപ്പോൾ നമുക്ക് ആ വർക്കും പോയി ഗൈസ്. നമുക്ക് ഇനി വർക്കുകൾ കിട്ടണത് ചുരുക്കമായിരിക്കും. സങ്കടമുണ്ട് ഗൈസ്. ബിഗ് സ്മോക്ക് ഒന്നും പോയില്ല. ബിഗ് സ്മോക്ക് ഒന്നും വീട്ടിലേക്ക് വണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി മേടിച്ചത്. ഗൈസ്, നമുക്കൊരു വണ്ടി മേടിക്കണം. നമുക്കൊരു സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ മേടിക്കണം. പിന്നെ ഗൈസ്, വീടും മാറണം. വീടൊക്കെ പഴയതായി. പിന്നെ ഗൈസ്, നിങ്ങൾ പറയാം ഈ സ്റ്റെപ്പ് എങ്ങനെയുണ്ടെന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. മോശമാണെന്നറിയാം, എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. ഇതേ ബിഗ് സ്മോക്കണ്ണാ, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്ത് പണിയാണ് കാണിച്ചേ? എനിക്ക് സൈക്കിൾ തന്നിട്ട് നിങ്ങളത് കൊണ്ടുപോയോ? മോനെ, അതെനിക്ക് ബീഡി മേടിക്കാൻ വേണ്ടിയിട്ട് വലിക്കണമുണ്ടില്ലേ, അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാ. അത് ശരി, നിങ്ങൾക്ക് സൈക്കിളിനൊക്കെ പോയി മേടിച്ചിട്ട് പോയാൽ പോരെ.
സൈക്കിളിന് അടിച്ചൊരു ഗുമ്മുണ്ടാവുമല്ലോ, ഇങ്ങനെ അടിച്ചാലല്ലേ ഗുമ്മുണ്ടാവുള്ളൂ. ശരി, ഞാൻ പണിത സ്റ്റെപ്പ് കണ്ട റൈഡറാണെന്ന് പറഞ്ഞിട്ട് പണിതാ. എങ്ങനെയുണ്ട്? വലിയ മച്ചൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇവരൊക്കെ കയറി പോണു കണ്ട. ചേച്ചി കയറല്ലേ? എനിക്ക് വേറെ വഴി മതി, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണ്ട. ഗൈസ്, അവർക്ക് സ്വർഗത്തിലോട്ട് പോകണ്ടെന്ന്, അതായത് അവരുദ്ദേശിച്ച നരകമാണ് ഗൈസ്. നമ്മളൊക്കെ എന്ത് അവസ്ഥയാണ് ഗൈസ്. ഇവിടെ ചെറുതായിട്ടൊന്ന് ചാടണം, അത് നമ്മൾ സ്റ്റെപ്പ് വെച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിപ്പോയിരുന്നു ഗൈസ്. പോലീസ് എന്നാ മോനെ? പോലീസൊക്കെ ഡ്രിഫ്റ്റിംഗ് ആണ് ഗൈസ്. പോലീസ് ഡ്രിഫ്റ്റർ കണ്ണാപ്പി ചത്തില്ല. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കി ഇറങ്ങണം. അതിപ്പോൾ ഏത് സ്റ്റെപ്പായാലും നോക്കി ഇറങ്ങണം. നമുക്ക് ഈ പെണ്ണുമ്പിള്ളേനെ കൊന്നാലാ? പെണ്ണുമ്പിള്ള കയറിയില്ല, നമുക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.